എല്ലാം കൂടെ നീ എടുക്കണ്ട, ആ പാക്കറ്റ് ഞാൻ തരാം. വേണ്ട ഏട്ടാ, ഞാൻ വെച്ചോളാം. ചേട്ടന് മാത്രമേ ഉള്ളൂ എന്നോട് ഇത്രയും സ്നേഹം. ആ പിശാരി ചേട്ടൻ സമയം കിട്ടി അപ്പൊ എന്നെ കുറ്റപ്പെടുത്തും. അപ്പൊ ചെറിയാനോ? ആ ചേട്ടൻ പിന്നെയും ഭേദാ. അയ്യരെങ്ങനെയുണ്ട്? അങ്ങേരെ ആള് പോവാ, പക്ഷെ എന്നെ ഭയങ്കര പേടിയാ. എപ്പോഴും എന്റെ കൈയും കാലും കാണിച്ചോണ്ടിരിക്കണം. അങ്ങേര് വീട്ടിലേക്ക് ഒരു സാധനവും മേടിക്കത്തില്ല കേട്ടോ, എല്ലാം നമ്മുടെ വീട്ടിൽ നിന്ന് ഓസാ. ഏതായാലും നീ ആരെയും വെറുപ്പിക്കണ്ട. അവരെല്ലാം നിന്നെ പറ്റി നല്ലത് പറയുന്ന കേൾക്കാനാ എനിക്കിഷ്ടം. ചേട്ടൻ ഇന്ന് വീട്ടിൽ പോയിട്ട് ഇനി എന്ന് വരും? 2 ദിവസത്തിനുള്ളിൽ. വീട്ടിലാരൊക്കെ ഉണ്ട്? 2 കുഞ്ഞുങ്ങള്. യോ, ചേട്ടൻ കല്യാണം കഴിച്ചാണോ? കല്യാണമൊന്നും കഴിച്ചിട്ടില്ല, പക്ഷെ 2 കുഞ്ഞുങ്ങളുണ്ട്. എങ്ങനെയാന്നായിരിക്കും? എന്റെ അച്ഛനും അമ്മയും. ഇതിന്റെ ഒന്നും ആവശ്യപ്പെടില്ല. നിനക്ക് തൃപ്തിയായോ? ഇത്ര ആളുകളെ ഇവിടെ വിളിച്ചുകൂട്ടി കഴിച്ചപ്പോ നിനക്ക് തൃപ്തിയായോ? ഇതിനെല്ലാം കാരണം നിങ്ങൾ ഒരുത്തന. ഞാൻ ഇനി എറിയോ? ഇനി എറിയോ? എന്താണ് ഇവിടെ എക്സിബിഷൻ കാണുന്നത്? ഇങ്ങോട്ട് പറയാ, ഇറങ്ങണതാണ്. എടാ താഴെ ഇറങ്ങാൻ. പോയിരടാ. ഇന്ന് ഹരികഥാ കാലക്ഷേപം നേരത്തെ തുടങ്ങിയോ? എന്റെ അമ്മേ, എന്റെ അച്ഛ, എന്തിനാ എന്റെ മാനം ഇങ്ങനെ കപ്പല് കയറ്റുന്നത്? 1950 എന്ത് സംഭവിച്ചെന്നാ? 50-അല്ലടാ മോനെ, 54 നീലക്കുയില് റിലീസായ ദിവസം നിന്റെ അമ്മ സിനിമ കാണാനായിട്ട് ഒരുങ്ങി ഇറങ്ങിയപ്പോ സുഖമില്ലാതെ കിടന്ന എന്റെ അമ്മ പോകണ്ടാന്ന് പറഞ്ഞു. അന്ന് കമാനൊരക്ഷരം മിണ്ടാതെ കണ്ണീര് ഒലിപ്പിച്ചു നിന്ന നിന്റെ ഈ അമ്മ ഇന്ന് നേരം വെളുത്തപ്പോ മുതല് ദംഷ്ട്രൈ കാണിച്ച് എന്റെ നേരെ ചാടി കയറാണ്. അമ്മേ, ഞാൻ ജനിക്കുന്നതിന് മുമ്പ് നടന്ന കാര്യം ജനിക്കുന്നതിന് മുമ്പ് തന്നെ തീർത്തുകൂടായിരുന്നോ? അതെങ്ങനെയാ? അന്ന് ഇങ്ങേര് സിംഹം അല്ലായിരുന്നോ? ഇന്നല്ലേ പൂച്ച പോലെ ആയത്. എന്നാലും കാത്തിരുന്ന് കസവും കൊണ്ട് കൊടുത്ത് ഞാൻ ആ സിനിമയൊന്ന് കാണാൻ പോവാന്ന് വെച്ചപ്പോ കുളവി തള്ള. എന്നാ ഞാനും പിടിക്കും. എന്നാ പിന്നെ ഞാൻ മാത്രമായിട്ടെന്നാ വെറുതെ ഇരിക്കുന്നത്? വേണ്ടടോ, നെഞ്ചു കലങ്ങി പോവും. വേണ്ട. വനജാദേവി 19 വയസ്സ്, കാർത്തിക നക്ഷത്രം, പെണ്ണ് കൊള്ളാം. ഇതാ നോക്ക്. അടുത്തത് കോമളവല്ലി, അത്തൻ നക്ഷത്രം, 5 അടി 3 ഇഞ്ച് പൊക്കം. എന്റെ പൊന്നച്ചാ, എനിക്കിപ്പൊ കല്യാണം വേണ്ട. എനിക്കല്ല നിർബന്ധം, നിന്റെ അമ്മയ്ക്കാ. അവൾ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു, നീ ഒരു പെൺകുട്ടിയുമായിട്ട് സഹകരണത്തിലാണെന്ന്. അതേ മകനെ, അമ്മ സ്വപ്നം കണ്ടു. അമ്മയ്ക്ക് സ്വപ്നം കാണാൻ ഒരുപാട് സമയമുണ്ട്. ഇവിടെ മനുഷ്യന് നിന്ന് ഇരിയാൻ സമയമില്ല. അപ്പോഴാ സഹകരണം. എന്നാ നീ അവക്കൊരു വാക്ക് കൊടുക്ക. എന്നെ ഇരുത്തി പൊറപ്പിക്കുന്നില്ല. എന്ത് വാക്ക്? നീ എന്ന് കല്യാണം കഴിക്കുന്നോ ആ പെൺകുട്ടിയെ ഞങ്ങൾ തീരുമാനിക്കും. എന്താണ് എനിക്ക് സമ്മതിക്കാൻ ഒരു വിഷമം? സമ്മതിക്കാൻ വിഷമമോ? ഇല്ലാതെങ്ങാനും നീ ചിന്തിച്ചാലുണ്ടല്ലോ ഞാൻ ചത്തുകളയും. ഞാനും ചത്തുകളയും. മണ്ടയ്ക്കാട്ട് ഭഗവതിയാണ് പറയുന്നത്. ഞങ്ങള് തീരുമാനിക്കുന്ന പെൺകുട്ടിയെ നീ വിവാഹം കഴിച്ചില്ലെങ്കിൽ മകനെ നീ നട്ടം തിരിയും. നീ നട്ടം തിരിയും. ആഹാ, എവിടെ നിന്ന് കിട്ടിയ അയ്യരെ വേഷം? ഏതായാലും സംഭവം കലക്കിയിട്ടുണ്ട്. പേഷ്കാരായിരുന്നു എന്റെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ നാരായണയ്യർ. അദ്ദേഹത്തിന്റെ വേഷമാണ്. സ്റ്റഡി നിക്ക്. പേഷ്കാരുടെ വേഷം ഇട്ടാ പിന്നെ അയ്യർക്ക് ചിരി വരത്തില്ലേ? ക്യാമറയുടെ മുമ്പിൽ ചിരിക്കാൻ അല്ലേലും ഇത്തിരി ബുദ്ധിമുട്ടാണ്. ശരി, ഞങ്ങള് വാടക കുടിശ്ശിക തരാൻ പോകുന്നു എന്ന് വിചാരിക്കും. എന്നാ തന്നു എന്ന് വിചാരിക്കും. ഇത് തന്നെ തരാം, എടുത്തോ. ഇനി നമുക്ക് കേൾക്കാം. വാ, ഓമനക്കുട്ടനവിടെ വിളിക്കേ. ഓമനക്കുട്ടാ. ദാ വരുന്നു. വന്നേ. വാ. നീ എന്തിനാ കയറി നിൽക്കുന്നത്? മാറ്. നിന്നെ. ഇന്ന് ആ വ്യത്യാസമില്ല. കാരണം ഇന്ന് അയ്യരുടെ പിറന്നാളാണ്. ജീവിതത്തിൽ ഒരു പൈസ പോലും ചെലവാക്കാത്ത അയ്യർ നമുക്ക് വാങ്ങിച്ചു തന്നതുപോലെ തന്നെ പുതിയ ഡ്രസ് അവനും വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. രാമന് നിന്നോ? നിക്ക്, കൈ എടുക്കട്ടോ. എടുത്തു. താങ്ക് യു. 2 ദിവസത്തിനാ പ്രിന്റ് തരാം. എന്താ അയ്യരെ നമ്മുടെ പ്രോഗ്രാം? നമ്മുടെ ആഘോഷം എവിടെ തുടങ്ങുന്നു? നമ്മൾ നേരെ നമ്മുടെ വാഴത്തോപ്പിലേക്ക് പോകുന്നു. ഉച്ച വരെ അവിടെ വിട്ടാൽ രാത്രി 10 മണി വരെയുള്ള പ്രോഗ്രാം
ഞാൻ ഫിക്സ് ചെയ്യും. എന്റെ കൂടെ നിന്നാ മതി. ചിലരൊക്കെ എടുത്തിട്ടുണ്ടല്ലോ അവസാനം കോട്ടും കോപ്പും ഉണ്ട്. രാമ, ഞങ്ങൾ വരാൻ എന്തായാലും രാത്രി 10 മണിയാവും. നീ ഭക്ഷണമൊക്കെ കഴിച്ച് കഥ കടച്ച് കിടന്നു. ദാ ഇതിരിക്കട്ടെ, ചെലവാക്കണ്ട. എന്തെങ്കിലും അത്യാവശ്യം വന്നാ ദാ വരുന്നു. പ്ലീസ് പറയുന്ന നീ എന്തെല്ലാം കാര്യങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇതുവരെ അതൊക്കെ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇത് പക്ഷെ അങ്ങനല്ല. ഓമനക്കുട്ട, നീ എന്നോടല്ലേ പറയുന്ന? ആരോടും പറയില്ലെന്ന് സത്യം ചെയ്. ആരോടും പറയില്ല, സത്യം പറ. അയ്യരുടെ ബർത്ത്ഡേ കൊണ്ടാടാൻ പയ്യനെ വീട്ടിലാക്കിയിട്ട് ഞങ്ങൾ വാഴത്തോപ്പിലേക്ക് പോയി. രാത്രി 10 മണി കഴിഞ്ഞ് മടങ്ങി വരാനായിരുന്നു ആദ്യത്തെ പ്ലാൻ. വാഴത്തോപ്പിൽ തകർത്തോണ്ടിരുന്നപ്പോഴാ നമ്മുടെ MD ഓപ്പറേഷന്റെ കാര്യം ഞാൻ ഓർത്തത്. അവരോട് കൊണ്ടാടിക്കൊള്ളാൻ പറഞ്ഞിട്ട് കൃത്യം 5 മണിക്ക് ഞാൻ വീട്ടിൽ തിരിച്ചെത്തി. രാമ, രാമ, കഥ തുറക്ക്. വരുന്നു. ചേട്ടൻ രാത്രി 10 മണിക്കേ വരുമെന്ന് പറഞ്ഞിട്ട് ദേ ചേട്ടൻ നല്ല വേർക്കുന്നു. കുടിക്കാൻ കുറച്ച് വെള്ളം തരാമോ? നീ ബാക്കി നടന്ന കാര്യങ്ങളൂടെ പറ. അയ്യര് സംഘം ആഘോഷം കഴിഞ്ഞ് തിരിച്ചു വരുന്നതിന് മുമ്പ് ഞാൻ അറിഞ്ഞ കാര്യം അവളെ ധരിപ്പിക്കണമെന്ന് എനിക്ക് ഒരേ ടെൻഷൻ. പക്ഷെ ഒരു കാരണം ഒത്തു കിട്ടണ്ടേ? ഒടുവിൽ ഒത്തു കിട്ടി. അതെ, പിന്നെ ലൈറ്റ് പോയി. ഒരു വിളക്ക് കിട്ടിയാൽ കൊള്ളാമായിരുന്നു. ആ ഇരിക്ക്. ഇയാളിങ്ങോട്ട് ഇരിക്കേ. ചേട്ടൻ എന്താ എന്നെ വിളിച്ചേ? ഇയാളെന്നോ? ചേട്ടൻ അങ്ങനല്ലല്ലോ എന്നെ വിളിക്കാറ്. ഇരിക്കടോ. അയ്യോ, ഇതിന് വട്ട. എന്താ 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 പറഞ്ഞ? ഇതിന് വട്ടാന്ന്. അയ്യോ, എനിക്ക് പേടി എങ്ങനെ ഇരിക്കാൻ. പിഷാടി ചേട്ടൻ അങ്ങനെ വന്ന എന്നെ വെച്ചേക്കല്ല. അയാളോട് പോകാൻ പറ. ചേട്ടനല്ലേ പറഞ്ഞ എല്ലാരും ഒരുപോലെ സ്നേഹിക്കണം, അനുസരിക്കണം എന്നൊക്കെ? അത് അന്ന് പറഞ്ഞല്ലേ. ഇനി മുതൽ ഞാൻ പറയുന്നത് മാത്രം കേട്ടാ മതി. എന്ന് മാത്രമല്ല, അവന്മാരെ അത്ര അടുപ്പിക്കുകയും വേണ്ട. എല്ലാ ആവശ്യവും എന്നോട് പറഞ്ഞാ മതി. ഞാനല്ലേ ഇയാളെ ഇവിടെ കൊണ്ടുവന്നു. അയ്യോ, പാല്.
എന്തൊരു മുടിഞ്ഞ സൗഭാഗ്യമാ ഓമനക്കുട്ട നിനക്ക് കിട്ടിയിരിക്കുന്നത്. ഒരു കൊച്ചു പെണ്ണിന് ആണിന്റെ വേഷത്തില്. ഭയങ്കര ഭാഗ്യം തന്നെ. പെണ്ണാണെന്നറിഞ്ഞിട്ടും ആണാണെന്ന് വിശ്വസിച്ചു കൂടെ കഴിയേണ്ട ഗതികേട്. ഞാൻ എന്തായാലും ഇന്ന് തുറന്ന് ചോദിക്കാൻ പോവാ. നീ ധൃതി പിടിക്കരുത്, അവിടെ ഇറങ്ങി പോവും. മുഴുവൻ സൗഭാഗ്യവും നീ അനുഭവിച്ചിട്ടേ വിടാവൂ. ചോദിക്കാതിരിക്കാൻ പറ്റുമോ? നീ ചോദിക്കുന്നതിലും അവളെ കൊണ്ട് മുഴുവൻ ഇങ്ങോട്ട് പറയിപ്പിക്കുന്നതാ ബുദ്ധി. എന്തായാലും മറ്റു രണ്ടുപേരും അവളുടെ കണ്ണി മുരടന്മാരാന്നേ. അന്നേ അവിടെ നീ മാക്സിമം സോഫ്റ്റ് ആയിട്ട് പെരുമാറുക, സ്നേഹം നടിക്കുക, ഈ ജോലി കാര്യങ്ങളിലൊക്കെ ഇങ്ങനെ സഹായിക്കുന്നതായിട്ട് പെരുമാറുക, പിന്നെ ഈ വിഷമങ്ങളൊക്കെ ഇങ്ങനെ പങ്കിടുന്നതായിട്ട് ഭാവിക്കുക. ഒടുവില് അവളുടെ മുഴുവൻ സൗഭാഗ്യങ്ങൾ അവൾ നിനക്ക് നൽകും. വരാം സാർ, ഇപ്പൊ വരാം. പോളിയസ്റ്റർ ഷർട്ട് ഇട്ടോണ്ടേ കുളിമുറി തേച്ച് എഴുതത്തുള്ളൂ. നിന്റെയൊക്കെ നിലവാരം അതായി പോയല്ലോടാ. ചേട്ടൻ എന്താ നഷ്ടം? ഞാൻ പണി ചെയ്താ പോരെ? നീ പണി ചെയ്യുന്നുണ്ട്. രാവിലെ 1.5 ഉപ്പുവാ മടിച്ച് കയറ്റിയതല്ലോടാ. ഒന്ന് അമർത്തി ഉരയ്ക്കടാ, മസിലൊക്കെ പെരുവട്ട്. രാമനിവിടെ ഉണ്ട്. കുളിമുറി ഒന്ന് കഴിക്കാന്ന് വെച്ചു. തേക്ക് മര്യാദ വേണോടോ ഒരു പെണ്ണിനെ കൊണ്ട്. പെണ്ണോ? ഒരു പെണ്ണ് ചെയ്യേണ്ട കാര്യങ്ങൾ ആ പയ്യനെ കൊണ്ട് ചെയ്യിപ്പിക്കാന്ന് വെച്ചാൽ, എടോ കാവി എടുത്തോണ്ട് മാത്രമായില്ല, താനൊരു ചെറ്റയാ. അല്ല, അവനെ കൊണ്ട് പണി എടുപ്പിച്ചു വെച്ച് നിനക്കെന്താ ബുദ്ധിമുട്ട്? പോളിസ്റ്റർ ഇട്ടാലോ വേലക്കാരനാടാ. ഞാനും വേലക്കാരനാ. രാവിലെ മുതൽ വൈകുന്നേരം വരെ 100 പേരുടെ മുമ്പിൽ വെച്ച് വിളമ്പിയും എച്ചു തുളച്ചുവാ ഞങ്ങൾ ഹോട്ടൽ പോയി ജീവിക്കുന്നത്. അതുകൊണ്ട് അവന്റെ പ്രയാസം എനിക്ക് മനസ്സിലാവും. മേലനങ്ങാത്ത തനിക്ക് എന്റെ വിഷമം അറിയില്ല. ഷാരടി, ഇത്തിരി എണ്ണ വേണമല്ലോ, തേച്ച് വിളിക്കാനാ. എണ്ണ ഇത് മൊത്തം തേച്ചെടുക്കണേ കുറെ എണ്ണ വേണ്ടി വരുമല്ലോ ഈശ്വര. തരാ. എനിക്കൊരാളെ ഒറ്റക്കിട്ടിങ്ങനെ പണിയെടുപ്പിക്കുന്ന കണ്ടോണ്ടിരിക്കാൻ ബുദ്ധിമുട്ടാ. എന്റെ സ്വഭാവം അങ്ങനെ. ചേട്ടന്റെ നല്ല സ്വഭാവമാ പിഷാരടി ചേട്ടൻ. നോക്കിക്കോ, അനുഭവിച്ചോളൂ. ഞാൻ വേണമെങ്കിൽ ഈ പാന്റും ഷർട്ടും ഒക്കെ മാറ്റി കയ്യിൽ എടുത്തോണ്ട് വരാം. ജോലി ചെയ്യാൻ എളുപ്പം ഉണ്ടായേനെ. വേണ്ട ഏട്ടാ, ഞാൻ ഒറ്റയ്ക്ക് ചെയ്തോളാം. അവനെക്കൂട്ടാ, എക്സ്ക്യൂസ് മീ, ഒരു നിമിഷം. എടാ, ഞാൻ ചെറ്റയാണെങ്കിൽ നീ കൊടും ചെറ്റയാ. എന്താ കാര്യം? തമിഴിൽ ഒരു പാട്ടുണ്ട്, കണ്ണദാസൻ എഴുതിയത്. എന്താ? പരമശിവൻ കഴുത്തിലിരുന്ന് പാമ്പ് കേട്ടത് ഗരുഡ സൗഖ്യമാ, യാരും ഇരിക്കുമിടത്തിൽ ഇരുന്നു കൊണ്ടാൽ എല്ലാം സൗഖ്യമേ ഗരുഡൻ ചൊന്നത്. ആരാ ഇരിക്കേണ്ട തരത്തിരുന്നത്? നീ. എങ്ങനെ? നീ നിന്റെ നിലയും വിലയും മറന്ന് ഒരു വേലക്കാരൻ ചെക്കനോടൊപ്പം തോളോട് തോൾ ഉരുമിയിരുന്ന് കുളിമുറി കഴുകുന്നു. കുളിമുറി കഴിയുന്ന അത്ര മോശമായ കാര്യമൊന്നുമല്ല, മഹാത്മാഗാന്ധിയൊക്കെ ചെയ്തിട്ടുള്ള. ഉവ്വ്. പക്ഷേ ഈ നില തുടർന്നാൽ നീ എഴുതി വെച്ചോ ഓമനക്കുട്ട, ഇവൻ നിന്റെ അന്തകനായി ഭവിക്കും. വേണ്ട, ഞാൻ കോരിക്കോളാം. രാമാ, ഒന്നിങ്ങ വന്നേ. പിഷാരടി, താൻ എന്നോട് ക്ഷമിക്കണം. തന്നെയും തന്റെ ജോത്സ്യത്തെയും ഞാൻ ഒരുപാട് പുച്ഛിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്കിപ്പോ ഒന്ന് ബോധ്യമായി, നമ്മുടെ രാമനെ ഉദ്ദേശിക്കുന്ന പോലെ ഒരു നേരുകക്ഷിയല്ല. ചിത്തിര നക്ഷത്രം. എനിക്ക് ചില തെളിവുകൾ കിട്ടിയിട്ടുണ്ട്. പക്ഷെ തെളിവുകൾ പൂർണ്ണമായി കിട്ടുന്നത് വരെ ഞാൻ അവനെ വിടാനും ഉദ്ദേശിച്ചിട്ടില്ല. ജോത്സ്യം ശാസ്ത്രമാണോ ഓമനക്കുട്ട? ശാസ്ത്രം ഒരിക്കലും പിഴക്കില്ല. എനിക്ക് നേരത്തെ കിടന്നേ പറ്റൂ. താൻ വേണേ പൂട്ട്. വേണമെങ്കിലോ? രാമാ, വാ വാ. കിടന്നോ. അയ്യോ, ഞാൻ പാത്രം കഴുകിയില്ല. നാളെ കഴുക. ഞാനൊന്നും കഴിച്ചില്ല. നാളെ കഴിക്കാം. കേറ് കേറ്. എല്ലാ തെളിവുകളും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ശേഖരിച്ചോണം.
അവസാനം നിരാശയ്ക്കിട വരരുത്. ഇയാള് കിടക്കാൻ പോവാ? ചേട്ടന്റെ പിന്നെ എന്നെ ഇയാളെന്ന് വിളിച്ചു. എന്താ ഇയാളെന്ന് വിളിക്കുന്ന ഇഷ്ടല്ലേ? എടാന്ന് വിളിക്കുന്ന എനിക്കിഷ്ടം. അതെന്താ? ഞാനല്ലേ? ഓ, വലിയൊരാണ്. ഇങ്ങോട്ടൊന്ന് ഞാനൊന്ന് നോക്കട്ടെ ആണിന്റെ ധൈര്യം. ഇങ്ങോട്ട്. വേണ്ട, വിശാരിച്ചേട്ടൻ പറയാറില്ലേ വേലക്കാരൻ എപ്പോഴും വേലക്കാരനാണെന്ന്. ഓ, വേലക്കാരന് നിലത്തിരിക്കാമല്ലോ. അവിടെ എന്റെ കണ്ണിൽ തന്നെ സൂക്ഷിച്ചു നോക്കണം. കണ്ണെടുക്കാനും പാടില്ല, ചിരിക്കാനും പാടില്ല. ചിരിച്ചാൽ താനാണല്ല. ഏറ്റോ? ചിരിച്ചു. ഇല്ല, ഒരിക്കൽ കൂടി. ശരി. രാമനാണല്ല. എനിക്ക് ഉറക്കം വരുന്നു, ഞാൻ കിടക്കാൻ പോവാ. ഇയാൾക്ക് നാളെ ബീച്ചിൽ പോണോന്ന് പറഞ്ഞില്ലേ? നാളെ റെഡിയാക്കോ, ഞാൻ കൊണ്ടുപോവാം. താങ്ക് യു. അവന്മാരോട് പറയണ്ട. ചേട്ടൻ നല്ല ആരോഗ്യമുണ്ടല്ലോ. അതെന്താ? എത്ര നേരമായിട്ട് ചവിട്ടുക? കിതക്കുന്നേ ഇല്ല. ഞാനങ്ങനെ പിഷാരടിയോ ചെറിയാനോ ആയിരുന്നെങ്കിൽ ഇപ്പൊ കാണായിരുന്നു. ഇയാൾക്കൊരു പ്രത്യേക വാസന. എന്ത് വാസന? അയ്യോ, ആനച്ച. ചേട്ടാ, എനിക്ക് നല്ല വെയിറ്റ് ഉണ്ടോ? ഏയ്, ഇയാള് വലിയ ആണാന്ന് പറഞ്ഞിട്ട് ആണിന്റേതായിട്ടുള്ള ഒരു വെയിറ്റും ഇല്ല. ചേട്ടൻ ഇങ്ങനെ ഇരുത്തി ചവിട്ടി പരിചയമില്ലെന്ന് തോന്നുന്നു. എന്താ? ചേട്ടൻ സൈക്കിളല്ല ചവിട്ടുന്നത്, എന്നെയാ. ചേട്ടൻ പുറകിലോട്ടിരി, വേണമെങ്കിൽ ഞാൻ ചവിട്ടാം. അതെന്തായാലും വേണ്ട. ഇയാളെ ഇങ്ങനെ മുമ്പിലിരുത്തി ഇങ്ങനെ പുറകിലിരുന്ന് ചവിട്ടുന്നതാണ് അതിന്റെ ഒരു സുഖം. ഇയാളങ്ങോട്ട് നടന്നു, ഞാൻ ഇപ്പൊ വരാം. ചേട്ടൻ അങ്ങോട്ട് പോവാ? ഞാൻ ഇയാൾക്കൊരു സമ്മാനം വാങ്ങാൻ പോകും. എന്ത് സമ്മാനം? അത് സസ്പെൻസ്. ഇയാളങ്ങോട്ട് നടന്നോ, ഞാൻ ഇപ്പൊ വരാം. പൂവേ മുല്ലപ്പൂ. ഏയ് പൂ. അസ്സലാമലൈക്കും റസാഖേ. വാലൈക്കും അസ്സലാം. കച്ചവടമൊക്കെ എങ്ങനെ? തിരക്കില്ല സാർ, ഇനി സീസൺ വരണം. അത് ശരി. സാറിന്റെ പതിവില്ലാതെ എന്റെ വീട്ടിൽ ജോലിക്ക് ചെന്നിരുന്ന ഒരു പയ്യനെ റസാഖിന് ഓർമ്മയുണ്ടോ? ഒരു വെളുത്ത പയ്യനല്ലേ? അവന്റെ തൊലി മാത്രമേ വെളുപ്പുള്ളൂ, ബാക്കിയൊക്കെ പ്രശ്നമാണ്. എന്ത് പറ്റി സാർ? അവൻ എന്നെ പറ്റിച്ചിട്ട് പൊയ്ക്കണം. എനിക്കിപ്പോ അവനെ ഒന്ന് തപ്പണം.